ഹലോ എവരിബഡി, ദ സ്പൈസി ടേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റാപ്പ് റെസിപ്പിയാണ്. ചിക്കൻ റാപ്പാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. സോ ചിക്കൻ റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയായി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് മൈദയാണ് ആദ്യമായി ഇതിന് വേണ്ടത്. നമ്മൾ 1 കപ്പ് മൈദ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അത് കഴിഞ്ഞ് നമ്മളിത് കുഴയ്ക്കാൻ പോകുന്നത് വെള്ളത്തിലല്ല കേട്ടോ, ഇത് നമ്മൾ കുഴയ്ക്കുന്നത് പാലിലാണ്. അപ്പോൾ 1 കപ്പ് പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. ഒരു 3/4 കപ്പോളം മതിയാവും 1 കപ്പ് മൈദയിലേക്ക്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ചിക്കൻ റാപ്പിന് റാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റോട്ടിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു റുമാലി റൊട്ടി കൺസിസ്റ്റൻസിയിലൊക്കെയാണ് ഇത് വരേണ്ടത്. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വെക്കണം. 2 ടേബിൾ സ്പൂൺ കൂടി മൈദ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് ഡൗ സ്മൂത്തായി കുഴച്ച് കിട്ടിയാൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ആവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് കുഴയ്ക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കോക്കനട്ട് ഓയിൽ വേണ്ട. നന്നായിട്ട് കുഴയ്ക്കാം. ഇനി നമുക്കിത് ഈ ഡോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഈ ഡോ നന്നായിട്ട് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് വേണം ഈ ഡോ ഫുൾ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഡോ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഈ ഡോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് നിങ്ങളൊരു നനഞ്ഞ ടർക്കി ടവലോ മറ്റോ എടുത്തിട്ട് വേണം വെക്കാൻ. കാരണം അത് നന്നായിട്ട് മോയ്സ്ചർ കണ്ടൻറ്റ് റീറ്റെയിൻ ചെയ്ത് നിർത്തും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. ഒരു കുക്കറിലേക്ക് നമുക്ക് ഒരു 4-5 കഷ്ണം നല്ല ചിക്കൻ്റെ പീസസ് എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ചിക്കൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ പെപ്പർ പൗഡറാണ് അടുത്ത് നമ്മൾ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 4 വിസിലോളം എടുത്തു എനിക്ക് ചിക്കൻ വേവാനായിട്ട്. അപ്പം അത് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഇപ്പോൾ 1 മണിക്കൂറായി ഈ ഡൗ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആദ്യം പരത്തിയിട്ട് ഒരു ചെറിയ പൂരിയുടെ അത്രയും വലുപ്പമാക്കി വെക്കണം. ഒരു ബോൾ പരത്തി ഒരു പൂരിയുടെ അത്രയും വലുപ്പമാക്കി വെച്ചിട്ട് നമ്മൾ അരിപ്പൊടിയാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ സൈഡ്സിലും ഒക്കെ അരിപ്പൊടി നന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേ വലുപ്പത്തിൽ പരത്തിയ വേറൊരു പൂരി ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. എന്നിട്ടാണ് നമുക്കിത് നല്ല നൈസായി പരത്തി കിട്ടാൻ വേണ്ടി, റുമാലി റൊട്ടി കൺസിസ്റ്റൻസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ റുമാലി റൊട്ടി പോലെ കിട്ടാനായിട്ട് അത്രയും തിന്നായി പരത്തണമെങ്കിൽ ഈ 2 എണ്ണം വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ. അതങ്ങനെ നമുക്ക് നന്നായി എക്സ്റ്റെൻഡ് ചെയ്ത് പരത്താം. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ട്. ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഷേപ്പൊന്നും അത്ര പ്രധാനമല്ല. നമുക്കിത് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് റോൾ ചെയ്ത് എടുക്കാനുള്ളതാണ്. നമ്മൾ ചിക്കനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് എടുക്കുന്നതായതുകൊണ്ട് ഷേപ്പിനൊന്നും നമുക്ക് പ്രാധാന്യമില്ല. അപ്പം നന്നായിട്ട് പരത്തി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല തവയിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഏകദേശം 2 റൊട്ടിയും കൂടി ഇപ്പോൾ ഞാനിത് പരത്തി. ഇനി ഞാൻ നല്ല ചൂടായ തവയിലേക്കാണ് ഇത് ഇടുന്നത്. പിന്നെ ഇത്
സാധാരണ ചപ്പാത്തി ചെയ്യുന്ന പോലെയല്ല. അതിന് പകരം നമ്മളൊരു തുണി കൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡ്സിലും ചൂടെത്തുന്ന വിധം തിരിച്ചിട്ട് വേണം ഇതിനെ ചുടാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. തുണി ഉപയോഗിച്ച് എല്ലാ സൈഡിലേക്കും എല്ലാ വശങ്ങളിലേക്കും ചൂടൊരുപോലെ കിട്ടുന്ന പോലെ നമുക്ക് ഈ റോട്ടി തയ്യാറാക്കി എടുക്കാം. റോട്ടി ഇപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ചിക്കൻ നന്നായിട്ട് ഞാനൊന്ന് എല്ലിൽ നിന്നൊക്കെ കഷ്ണങ്ങൾ മാറ്റി ഇങ്ങനെ മിൻസ് ചെയ്ത് പിച്ചി കൈ കൊണ്ട് തന്നെ പിച്ചിയതാണ്. പിച്ചി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിൽ നമ്മളതൊന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ചൊരു ഫ്രൈഡ് കൺസിസ്റ്റൻസിയാണ് ചിക്കൻ ഇതിന് വേണ്ടത്. ഇതിപ്പോൾ നന്നായി കുക്കായ ചിക്കനാണ് കേട്ടോ. നന്നായി വേവിച്ച ചിക്കനാണ്. ഞാൻ പറഞ്ഞല്ലോ, കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും മാത്രം ചേർത്ത് വേവിച്ച ചിക്കനാണ്. കുരുമുളക് പൊടിയുടെ എരിവേ ഇതിന് കാണുള്ളൂ. ഒരുപാട് എരിവുള്ള ഒരു ഐറ്റം അല്ല. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. ആ ഓയിലിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം ഗാർണിഷിങ്ങിനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞു. ഒരു 5 മിനിറ്റോളം ഇതിന് വേണ്ടി വരുള്ളൂ. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ളൂ. ഫ്രൈഡ് ആവുമൊന്നും വേണ്ട, ഒന്ന് ഡ്രൈ ആയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ റൊട്ടി ഒന്ന് തുറന്ന് നോക്കാം. 2 എണ്ണം വെച്ചാണല്ലോ നമ്മൾ പരത്തിയത്. അത് രണ്ടും ഓരോന്നായി കിട്ടി. വളരെ നൈസായിട്ടുള്ള റൊട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ചേർത്തത് മയോണൈസാണ് ഇതിലേക്ക്. മയോണൈസ് നമ്മൾ ഫുൾ കവർ ചെയ്യണം. ഈ റൊട്ടി ഫുൾ നമ്മൾ മയോണൈസ് വെച്ച് കവർ ചെയ്യണം. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ഏതെങ്കിലും എപ്പിസോഡ്സിൽ എന്തായാലും മയോണൈസിൻ്റെ റെസിപ്പിയും ഇടുന്നുണ്ട്. അപ്പോൾ റൊട്ടി ഫുള്ളായിട്ട് നല്ല തിക്ക് കോട്ടിങ് ഓഫ് മയോണൈസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചിക്കൻ ഫില്ലിങ് ആദ്യം ഇതിൽ നിരത്തുക. നമ്മളിത് റോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നിരത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു ഐറ്റം കൂടി നമുക്കിത് ചേർക്കാനുള്ളൂ കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണിത്. പെപ്പർ ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മളിതിൽ അടുത്ത് ചേർക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയും ഞാനിടും. ഇതിൻ്റെ റെസിപ്പിയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയും പിന്നെ മയോണൈസിൻ്റെ റെസിപ്പിയും കൂടി നമ്മളൊരു എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സോസാണ് വേണ്ടത്. നല്ല ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ആണ് നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നന്നായി ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി മയോണൈസാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് മേക്കർ കേട്ടോ. നല്ല മയോണൈസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. സ്നാക്കല്ല, ഒരു നേരത്തെ മീലാണെന്ന് തന്നെ പറയാം. കാരണം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് റെഡിയാക്കാം. നിങ്ങളിഷ്ടം പോലെ റോൾ ചെയ്യാം. ഞാനിങ്ങനെ ഹാഫായിട്ടാണ് റോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബട്ടർ പേപ്പറിൽ വെച്ച് നമുക്കിതൊന്ന് പൊതിയാം. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇത് നല്ല പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് പക്ഷേ ഒരു നേരം കഴിച്ചാൽ പിന്നെ വേറൊരു ഭക്ഷണം ആ സമയത്ത് നമുക്ക് വേണ്ടി വരില്ല. കാരണം അത്രയ്ക്കും റിച്ചുമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരൊക്കെ ഇതാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കൂടെ വീണ്ടും കാണാം. ബൈ.